നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും പെരിന്തൽമണ്ണ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ ആദ്യ ക്ലാസ്സിലേക്കും സ്വാഗതം. കൊറോണ കാരണം നമുക്ക് സ്കൂൾ ഇതുവരെ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കുറച്ചാളുകൾ ഈ സ്കൂളിൽ മുന്നേ പഠിച്ച ആളുകളുണ്ട്, കുറേ ആളുകൾ പുതിയതായിട്ട് ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത ആളുകളാണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ ആയിട്ടില്ല. എന്തായാലും സ്കൂളുകൾ എത്രയും പെട്ടെന്ന് തുറക്കട്ടെ, കൊറോണയൊക്കെ എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാവട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും കൂടിയിട്ട് അല്ലേ. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ തിങ്കളാഴ്ച മുതൽ ക്ലാസ്സുകൾ ചെറിയ രീതിയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ് നമ്മൾ തുടങ്ങണ്ടേ. അപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കുക എന്ന ഒരു താല്പര്യം കൊണ്ട്, ഇൻട്രസ്റ്റ് കൊണ്ട് ചേർന്ന കുറേ ആളുകളുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ IHRDയിൽ ഈ വർഷം ചേർന്ന ഭൂരിഭാഗം കുട്ടികളും ഇലക്ട്രോണിക്സിനോട് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലേ. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് പഠിക്കാൻ വളരെ താല്പര്യമില്ലേ. ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഈ ഇലക്ട്രോണിക്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ധാരണ ഉണ്ട് ആൾക്കാർക്ക്. എന്താണ്, റേഡിയോ, TV ഇതൊക്കെ നേരേക്കാൻ പഠിക്കുക, അതിന് റിപ്പയറിങ് പഠിക്കലാണ് ഇലക്ട്രോണിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ. അതാണോ ശരിക്കും ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ? അല്ല, അത് ഇലക്ട്രോണിക്സിന് ചെറിയൊരു ഭാഗം മാത്രമാണ് അല്ലേ. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ശാഖയാണ്, ഒരു ബ്രാഞ്ചാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് അല്ലേ. റോബോട്ടിൻ്റെ ഒക്കെ ഇപ്പോൾ ഒരു സിനിമ തന്നെ ഇപ്പോൾ മലയാളത്തിൽ വന്നു, ആൻഡ്രോയിഡ് അല്ലേ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നൂതനമായിട്ട് അനന്തമായ സാധ്യതകളുള്ള ഒരു ഫീൽഡാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാനിപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ നമുക്ക് പഠിക്കാനുള്ള +1 പഠിക്കാനുള്ള ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഉപയോഗമായിട്ടുള്ള ഒരു ടൂളിനെ കുറിച്ചിട്ടാണ്, സോൾഡറിങ് അയൺ. നിങ്ങൾ ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും സോൾഡറിങ് അയണിനെ കുറിച്ചിട്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക്സ് നമ്മൾ ഏതൊരു സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് സോൾഡറിങ് അയൺ ആവശ്യമാണ്. അപ്പോൾ എന്തിനാണ് ഈ സോൾഡറിങ് അയൺ ഉപയോഗിക്കേണ്ടാവുക? നമുക്ക് ഒന്നിൽ കൂടുതൽ ലീഡ്സ്, ഇപ്പോൾ കുറേ കമ്പോണൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും അല്ലേ, പാർട്സുകൾ, ഇലക്ട്രോണിക് പാർട്സുകളുണ്ട്. അപ്പോൾ ഈ പാർട്സുകൾ നമ്മൾ കമ്പൈൻ ചെയ്യണമെങ്കിൽ, കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴും നമുക്ക് പിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ വയറ് പിരിക്കുന്ന മാതിരി പിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ ലീഡ്സിന് നമുക്ക് ജോയിൻ ചെയ്യണം. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സോൾഡറിങ് അയൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോൾഡർ ചെയ്യും. ശരിക്കും ഈ സോൾഡർ ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ വെൽഡിങ് ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു വേർഷനാണ് ഈ സോൾഡറിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾഡറിങ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടത് ഒരു സോൾഡറിങ് അയൺ വേണം. അതേപോലെ തന്നെ നമുക്ക് ലെഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലക്സ്, ഈ 3 കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്കും സോൾഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സോൾഡറിങ് അയൺ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് നമ്മൾ സോൾഡറിങ് അയൺ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് സോൾഡറിങ് അയൺ. സോൾഡറിങ് അയൺ നമുക്കറിയാം ഒരു വയറുണ്ടായിരിക്കും. ഈ വയറിന് നമ്മൾ പറയുന്ന പേരെന്താ അറിയോ? അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ വയറിനെ പറയുന്ന പേരാണ് AC കോഡ് വയർ എന്ന് പറയും. അപ്പോൾ സാറിന് ചിലപ്പോൾ 2 പിൻ ഉണ്ടാവും, 3 പിന്നും ഉണ്ടാവും. നമുക്ക് ഏറ്റവും സേഫ്റ്റി 3 പിന്നുള്ള യൂസ് ചെയ്യണം. കാരണം നമുക്ക് എന്തെങ്കിലും ഷോക്കിൻ്റെയൊക്കെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഷോക്ക് അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് എർത്ത് ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ 3ാമത്തെ ഒരു ലീഡ് കൂടി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി സോൾഡറിങ് അയൺ നോക്കും. സോൾഡറിങ് അയണിൻ്റെ ഏറ്റവും ഈ തലപ്പത്ത് കാണുന്ന ഈ ഭാഗം, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സോൾഡറിങ് അയണിൻ്റെ ബിറ്റ് എന്ന് പറയും. എന്താ പറയുക? ബിറ്റ് എന്നാണ് പറയുക. പിന്നെ ഇത് നമുക്കറിയാം നമ്മൾ പിടിക്കുന്ന ഭാഗം, ഹാൻഡിൽ അല്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കോയിലുണ്ട്, അത് നമ്മൾ പറയും സോൾഡറിങ് അയണിൻ്റെ എലിമെൻ്റ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഒരു സോൾഡറിങ് അയൺ വാങ്ങുകയാണെന്ന് വെച്ചാലും 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ നമുക്ക് അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ആണ്, എത്ര വോൾട്ടിലാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഇത് നമുക്കറിയാം നമ്മുടെ ലൈനിൽ നമ്മൾ കൊടുത്ത് വർക്ക് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ എന്താണ് 230 വോൾട്ടാണ്. ചിലത് ബാറ്ററിയിലൊക്കെ അല്ലെങ്കിൽ 12 വോൾട്ടിലോ 24 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സോൾഡറിങ് അയൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് കൂടി നമ്മൾ പറയണം. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ പവർ റേറ്റിംഗ് ആണ്.
പവർ റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹീറ്റിൻ്റെ അളവാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഈ സോൾഡറിങ് അയൺ 25 വാട്ടിൻ്റെ സോൾഡറിങ് അയണാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ സോൾഡർ ചെയ്യാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സോൾഡറിങ് അയണാണ് 25 വാട്ടിൻ്റെ. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഒരു 25 വാട്ടിൻ്റെ സോൾഡറിങ് അയൺ വേണം എന്ന് പറഞ്ഞ് നമുക്ക് ഈ ടൈപ്പ് അയണാണ് തരിക. ഓക്കെ, ഇതിന് ഏകദേശം ഒരു 200-250 രൂപയോളം വിലയുണ്ട്. അപ്പോൾ നമ്മൾ സോൾഡറിങ് അയൺ വാങ്ങുമ്പോൾ എപ്പോഴും തനി വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങരുത്, അത് പെട്ടെന്ന് കോയിൽ കേട് വരും. ഓക്കെ, പിന്നെ 25 കഴിഞ്ഞാൽ പിന്നെ 10 വാട്ടിൻ്റെ സോൾഡറിങ് അയൺ ഉണ്ട്. അതേമാതിരി 35 വാട്ടിൻ്റെ സോൾഡറിങ് അയൺ ഉണ്ട്, 50 വാട്ട്, 65 വാട്ട്, 100 വാട്ട്, 200 വാട്ട്, അങ്ങനെ പല റേറ്റിങ്ങിലുണ്ട്. അപ്പോൾ ഈ വാട്ടേജ് റേറ്റിംഗ് കൂടുന്തോറും അല്ലെങ്കിൽ വാട്ട് കൂടുന്തോറും ഹീറ്റും കൂടും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സാധാരണ സോൾഡർ ചെയ്യാൻ 25 വാട്ടിൻ്റെ സോൾഡറിങ് അയൺ മതി. ഓക്കെ, പിന്നെ എന്താ വെച്ചാൽ വാട്ട് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ ചില കമ്പോണൻസ് ഒക്കെ സോൾഡർ ചെയ്യുമ്പോൾ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ IC ഒക്കെ ആണെങ്കിൽ ആ IC ഒക്കെ ഡാമേജ് ആയി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കമ്പോണൻറ്റ് സോൾഡർ ചെയ്യുമ്പോഴും അതിന് അനുയോജ്യമായിട്ടുള്ള സോൾഡിങ് അയൺ ശരിക്കും ഉപയോഗിക്കണം. അപ്പോൾ നോർമലി നമുക്ക് നമ്മുടെ കമ്പോണൻസിനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാവുന്ന ഒരു അയണാണ് 25 വാട്ടിൻ്റെ ഈ സോൾഡറിങ് അയൺ. അപ്പോൾ ഈ സോൾഡറിങ് അയണിനെ കുറിച്ച് മനസ്സിലായോ? ഇനി നമ്മൾ ഈ സോൾഡറിങ് അയൺ നമ്മൾ പിടിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നും പിടിക്കാൻ പാടില്ല, അങ്ങനെ കുന്തം പിടിക്കുന്ന മാതിരി പിടിക്കാൻ പാടില്ല. നമ്മൾ എങ്ങനെയാണോ ഒരു പെന്ന് ഉപയോഗിക്കുക, പെന്ന് എങ്ങനെയാണോ പിടിക്കുക, ആ രീതിയിലാണ് നമ്മൾ ഈ സോൾഡറിങ് അയൺ സോൾഡർ ചെയ്യുമ്പോൾ പിടിക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലാണ് പിടിക്കുക. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ വെച്ചാൽ ഇതിൻ്റെ ഈ വയറ് ഭാഗം, ഇതിൻ്റെ ഈ ഭാഗത്താണ് ഹീറ്റ് ഉണ്ടാവുക, ചൂടാവുക. അപ്പോൾ ഈ വയറിൻ്റെ എഡ്ജ് എങ്ങനെയും ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ ചിലവർ ഇങ്ങനെയൊക്കെ പിടിക്കുന്ന സമയത്ത് എന്താവും, ഈ എഡ്ജ് അറിയാതെ നമ്മൾ സോൾഡർ ചെയ്തുകൊണ്ടിരിക്കും, ഈ വയറിൻ്റെ അറ്റം ഇവിടെ ടച്ച് ചെയ്ത് വരിക്കും. അപ്പോൾ ഈ വയറിൻ്റെ മുകളിലത്തെ ഇൻസുലേഷൻ പോവും. ഇൻസുലേഷൻ പോയി കഴിഞ്ഞാൽ എന്താവും, അതിനുള്ള ആ ചെമ്പ് കമ്പി പുറമേ കാണും. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മേല് ആ ചെമ്പ് കമ്പി തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും സോൾഡറിങ് അയൺ യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു പെന്ന് പിടിക്കുന്ന മാതിരി. പിന്നെ നമ്മൾ പറയാം, ഇതാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ട പ്ലെയിൻ എങ്കിൽ നമ്മൾ ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിൾ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ സോൾഡറിങ് അയൺ എപ്പോഴും പിടിക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ സോൾഡറിങ് അയണിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ, സോൾഡർ ചെയ്യാൻ വേണ്ട രണ്ടാമത്തെ ഒരു ഘടകമാണ് സോൾഡർ എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, ഇതിൻ്റെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബെൻഡ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലെഡ് എന്നാണ് പറയുക. ടിന്നും ലെഡും കൂടി ചേർന്ന ഒരു അലോയ് ആണ് ഇത് ഈ സാധനം. നമ്മൾ കടയിൽ പോയിട്ട് നമുക്ക് ലെഡ് വേണം അല്ലെങ്കിൽ സോൾഡർ വേണം എന്ന് പറഞ്ഞാൽ ഈ സാധനം തരും. ഓക്കെ, അപ്പോൾ ഇതിനെ കണ്ടോ ഈസി ആയിട്ട് ബെൻഡ് ചെയ്യിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹീറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുക്കും. മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. കുറച്ച് ഹീറ്റ് ആകുമ്പോഴേക്ക് ഇത് ഉരുക്കും. അപ്പോൾ നമ്മൾ ഈ വെൽഡിങ് ചെയ്യുന്ന ആളുകളൊക്കെ വെൽഡിങ് റോഡ് യൂസ് ചെയ്യാറുണ്ട്, ചെറിയ ഇത്ര പോകുന്ന വെൽഡിങ് റോഡ് യൂസ് ചെയ്യാറുണ്ട് പെൻസിലിൻ്റെ മാതിരി. അപ്പോൾ അതേമാതിരി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സോൾഡർ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുകയെന്ന് വെച്ചാൽ ലെഡ് വേണമെന്ന് പറഞ്ഞാൽ ഈ സാധനം തരും. ഇതിൽ ലെഡും ടിന്നും കൂടി ചേർന്ന ഒരു അലോയ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സോൾഡർ ചെയ്യാൻ വേണ്ട ഒരു സാധനമാണ് സോൾഡറിങ് പേസ്റ്റ്, അല്ലെങ്കിൽ സോൾഡറിങ് ഫ്ലക്സ് എന്ന് പറയും. നമ്മൾ കടയിൽ പോയാൽ 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ ഇത് വാങ്ങാൻ കിട്ടും. ഇതിനെ സോൾഡറിങ് ഫ്ലക്സ് എന്നാണ് പറയുക. അപ്പോൾ ഫ്ലക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് സോൾഡർ ചെയ്യേണ്ട ഭാഗത്ത് എവിടെയാണ് നമുക്ക് കൂട്ടി യോജിപ്പിക്കേണ്ടത്, കമ്പൈൻ ചെയ്യേണ്ടത്, അവിടെ നമ്മൾ കുറച്ച് ഫ്ലക്സ് ആക്കണം. അങ്ങനെ ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് അവിടെ പിടിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സോൾഡർ ചെയ്തിട്ട് അതിലെടുത്തു കഴിഞ്ഞാൽ ആ ലീഡൊക്കെ വിടും, കണക്ഷൻ വിടും, അല്ലെങ്കിൽ അതിന് ഡ്രൈ സോൾഡറിങ് എന്നൊക്കെ പറയും. അപ്പോൾ കൃത്യമായിട്ട് സോൾഡറിങ് വരണമെങ്കിൽ നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾഡർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എവിടെയാണോ സോൾഡർ ചെയ്യേണ്ടത് ആ സോൾഡർ ചെയ്യേണ്ട ഭാഗം നന്നവണ്ണം ക്ലീൻ ചെയ്യണം. മനസ്സിലായോ? അതിന് നമ്മൾ നൈഫ് ഉപയോഗിക്കും. നൈഫിന് ചെറിയ കത്തി, നമ്മൾ ഈ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ചെറിയ കത്തി ഉണ്ടാവും. ഇതാണ് നൈഫ്, നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന കത്തിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതന്നെ വേണമെന്നില്ല, ബ്ലേഡ് ആയാലും മതി. നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഈ ഒരു 2 ലീഡ്സാണ് നമുക്ക് സോൾഡർ ചെയ്യേണ്ടത്, കമ്പൈൻ ചെയ്യേണ്ടി വിചാരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ സോൾഡർ ചെയ്യേണ്ട ഭാഗം നല്ലവണ്ണം എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അപ്പോൾ അവിടെ എന്തെങ്കിലും ഡസ്റ്റോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. അങ്ങനെ കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് സോൾഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സോൾഡറിങ് അയൺ എന്താണ്, അതെങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലായോ? പിന്നെ നമുക്ക് സോൾഡർ ചെയ്ത് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും സ്കൂളിൽ വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ സോൾഡറിങ് അയൺ ഉള്ളവരുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ ഒരു സോൾഡറിങ് അയൺ വാങ്ങാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു സോൾഡറിങ് അയണൊക്കെ വാങ്ങുക. ധൃതിയൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. താല്പര്യമുള്ളവർ, ഇലക്ട്രോണിക്സിൻ്റെ സർക്യൂട്ട്സൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, ഒരു സോൾഡറിങ് അയണൊക്കെ വാങ്ങി കയ്യിൽ വെക്കുക. അതേമാതിരി ഒരു ഫ്ലക്സിൻ്റെ 10 രൂപയെ ഒരു ഡെപ്പിക്കുള്ളൂ. പിന്നെ ഒരു 10 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ ഇതിന് കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് ചെറിയ റോളൊക്കെ കിട്ടും, 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് ലെഡ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതും വാങ്ങി നമ്മുടെ കയ്യിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാനുള്ള മെത്തേഡ്സ് വളരെ ഈസിയാണ്. പക്ഷേ കുറച്ച് ഒരു പൈസ ചിലവുണ്ട്. നമുക്ക് അതിൻ്റെ ബോർഡൊക്കെ വാങ്ങാൻ കിട്ടും. ബോർഡ് വാങ്ങി നമുക്ക് തന്നെ ഈസി ആയിട്ട് അസംബിൾ ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വോളിയത്തിൽ ക്ലാസ്സുകൾ കേൾക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂടൂത്ത് സ്പീക്കർ യൂസ് ചെയ്യാം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് പവർ ബാങ്ക്, നമുക്ക് ഈസി ആയിട്ട് പവർ ബാങ്ക് ഉണ്ടാക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വരും ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 1-2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നിങ്ങൾ ക്ലാസ് ബോറടിച്ചോന്ന് എനിക്കറിയില്ല. നമ്മൾ സോൾഡറിങ് ആണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി എങ്ങനെയാണ് സോൾഡർ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അടുത്ത ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. നമ്മൾ വെറും തിയറി പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഒരു സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആവില്ല. അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആവും. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഉപകരണം നമ്മൾ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ബൾബ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുക. ആ ബൾബ് കത്തുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി ഉണ്ട്, അത് വളരെ വലുതാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് തിയറിയും പ്രാക്ടിക്കലും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാവുന്ന സബ്ജക്റ്റ് വേറെ ഇല്ല. ഇലക്ട്രോണിക്സ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗുണം എന്താ വെച്ചാൽ ഇലക്ട്രോണിക്സ് +1 +2 പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ +2 ഫിസിക്സിൻ്റെ കുറേ ഭാഗം നമുക്ക് നിങ്ങൾ ഈ വർഷം പഠിക്കുന്ന ഇലക്ട്രോണിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താ ഗുണം വെച്ചാൽ നിങ്ങൾക്ക് +2 നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിലും നല്ല മാർക്ക് വാങ്ങാം, അതേപോലെ നിങ്ങൾക്ക് ഫിസിക്സിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങിന് പോവുകയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 1-2 സെമ്മുകളിൽ നിങ്ങൾ ഇലക്ട്രോണിക്സ് അവിടെ പഠിക്കുന്ന സെയിം കാര്യം നിങ്ങളിവിടെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആദ്യത്തെ 1-2 സെമ്മിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. ഓക്കെ. അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ നെടുമ്പുള്ളി മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര്. താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ചാനലിൽ +2കാരുടെ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി 10ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും ഇലക്ട്രിക്കൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ എൻ്റെ കുറച്ച് ഷോർട്ട് ഫിലിംസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ചാനൽ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു ശുഭദിനം ഞാൻ ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരെ എല്ലാവർക്കും ബൾബാണ് ഈ ബൾബ്. ഇത് കാണുമ്പോൾ പഴയ സാധാരണ ബൾബുമായി തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, അതായത് ഈ ബൾബ് ഇതിനെ ഇൻവെർട്ടർ ബൾബ് എന്നാണ് പറയുക. ഇൻവെർട്ടർ ബൾബ്.